ഞങ്ങൾ 2 പാറുമാരുണ്ട് ഇവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ PK കപ്പിൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ഒരു ഷൂട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 കപ്പിൾസും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ട് വെച്ചാൽ പുറത്തും തൊഴുതിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ്. ബാക്കിലുള്ള ആൾക്കാർ നല്ല ഫാറും ഇറങ്ങി ഇത് അതിനേക്കാളും വലിയ ഉറക്കം ഞാനും ഉറങ്ങി. ഏകദേശം ഗുരുവായൂരെത്താൻ അവിടെ എത്തണ്. ഇനി പിന്നെ ഇവിടെ നല്ലൊരു ഉറക്കം കൂടെ ഉറങ്ങാനുള്ള സമയമുണ്ട്. പാർക്കുട്ടിയെ പാപ്പത്തിന്റെ അടുത്ത് പറഞ്ഞേ, പാപ്പത്തിന്റെ അടുത്ത് പറ. അവര് ചേട്ടനും കീത്തും കൂടിയും തൊഴുകാൻ വേണ്ടി പോയിരിക്കാണ്. അപ്പൊ ഞങ്ങളിവിടെ അടുത്ത് തന്നെ നല്ല അടിപൊളി കടയുണ്ട്. സൂപ്പർ കട. അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടില് ലെഫ്റ്റ് സൈഡ് നല്ല അടിപൊളി കടയാണ്. നല്ല ചായ. പിന്നെ അവര് വരുമ്പോഴത്തേനും ഒരു രസം കഴിക്കും. വരുന്നുണ്ട് കേട്ടോ. അവര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് ഇനി അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഹലോ പാപ്പ വേണോ? ഇനിയാണോ പാപ്പ? മേടിക്കാം. ഇഷ്ടായ പറൂനി? പാപ്പ ഇഷ്ടായല്ല? ശരിട്ടാ. 2 പേരും അവിടെ നടന്നു വരുന്നുണ്ട്. ഇവരും കൂടി വന്ന് ഇനി ചായയും കുടിച്ചിട്ട് വേണം ഇനി ഇവിടുന്ന് പോവാനായിട്ട്. സാധാരണ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തൊഴുതിട്ട് പോവാറുള്ളല്ലോ. അല്ല, അത് നല്ലൊരു ഓപ്ഷനാണത്. ഗ്ലാസ് കൊടുക്കണമല്ലോ. എന്തെങ്കിലും മതിയായിരിക്കും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോടേക്ക് വീണ്ടും തിരിച്ചിരിക്കുകയാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആദ്യം തന്നെ കഴിക്കണം. ഒരു ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഇതൊന്ന് വർഷങ്ങളായിട്ടുള്ള സംഭവമാണ് കുന്നംകുളത്തുന്നതിന് മുമ്പ്. ഞങ്ങളുടെ നാട്ടിൽ ആയിക്കോട്ടുള്ള സംഭവം ഇവിടെ തന്നെയാണ്. നമ്മളെ തറാവാണ് ഫുള്ള് തന്നെയാണ്. ഈ റോഡ് സൈഡ്, റോഡ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് തന്നെ. പിന്നെ റോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. റോഡ് വളരെ നല്ല റോഡാണ്. ഗുരുവായൂർ തുടങ്ങിയിട്ട് കുന്നംകുളം വരെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് 1/4 മണിക്കൂർ കൊണ്ട് എത്തണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഭയങ്കര മോശം റോഡുണ്ടാവും. നമ്മൾ കോഴിക്കോട് എത്തിന്ന് പറഞ്ഞ മാറും. ടൗണിലോട്ട് എത്തി. സമയം 9:30 കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയ ആൾക്കാരൊക്കെ റോഡിലേക്ക് ഇറങ്ങി ഓഫീസിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നതിൽ നല്ല തിരക്കാണ്. ഞങ്ങൾ ടൗണിൽ കയറി ചായ കുടിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകും. അല്ലേ പറഞ്ഞേ, ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴി കണ്ട് പോകാം. കണ്ട് പോകാം. ഒരാളവിടെ കിടന്നുറങ്ങുന്നത് കിങ് കോങ്. എവിടെ കിങ് കോങ്? ആടാ നീ അവിടെ കണ്ടേട്ടാ. കരടി. ആ കിങ് കോങ് അല്ല പാറു. ഓ മൈ ഗോഡ്, കിങ് കോങ്. കിങ് കോങ് അല്ലേ? നമ്മളപ്പോൾ കോഴിക്കോട് എത്തി. അപ്പോൾ ചേച്ചിക്കും ഗീതുവിനും പാരഗണിയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ പാരഗണിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. വേറെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. പാരഗണിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട്ടെ പാരഗണിൽ കയറിയിട്ട്
എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് ഇരിക്കാനിക്കാണ് അല്ലേ പറൂ. നമ്മളെവിടേക്കാ പോണേ? ഭീമേലിക്കല്ല, പേരഗണില് അല്ലേ പറൂ, പേരഗണിലേക്ക്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ പോകുന്ന ഒരു ഫീലുണ്ട് അല്ലേ. ബാക്കിയോ കയറിപ്പോയി, നമ്മളെത്തിപ്പോയി കാരണം നമ്മളെത്തിപ്പോയി. എവിടെയോ ഓടൂടെ നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടു. വാഷ്റൂം തന്നെ. വാഷ്റൂം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടാ ഭയങ്കര വിഷമമുണ്ട്. ബീഫ് വീട്ടൊപ്പം ചപ്പാത്തി, ഞാനൊരു പൊറോട്ട കഴിച്ചിട്ടുണ്ട്. ഓ കയ്യിടണോ? ഓക്കെ കേട്ടോ, വെയിറ്റ് ചെയ്യേ. അച്ഛൻ വരും. മനുഷ്യനാമറന്നല്ല വണ്ടി വരുള്ളൂ, പേടിപ്പിച്ചല്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ അച്ഛൻ വരണം. ഞങ്ങൾ പാറഗണിൽ നിന്ന് അപ്പം നല്ല രീതിക്ക് ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ ഫുഡാണ്. പിന്നെ കാശ് പിന്നെ നമുക്ക് പറയണ്ട, കാശ് നമ്മൾ അങ്ങനെ ഒത്തുക്കോ എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. പോട്ടെ ഇവിടെ ഇവിടെ നോക്കിയിട്ട് ചെറുതായിട്ട് കുട്ടിയാലും കുഴപ്പമില്ല, അത് ചേട്ടൻ പറയണം. പോട്ടെ, അപ്പുറത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തില്ലേ, പോകാൻ പറ്റുള്ള. ഞങ്ങളാണ് ചെല്ലട്ടെ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡൗട്ടുണ്ട്. ബസ് നമ്മളപ്പോൾ എത്തിപ്പോയിട്ടുണ്ട് മില്ലീനിയം ഓഡിയോസ് ആൻഡ് വീഡിയോസ്. ഒത്തിരി പേർക്ക് അറിയാവുന്ന സംഭവം തന്നെയാണത്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഇന്നത്തെ ഷൂട്ടുള്ളത്. അതിന് വേണ്ടി വന്നതാണ്. കീർത്തന ബേബിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, സെറ്റായിട്ട് വരുന്നുണ്ട്. സുഖമാണോ? ചൂടാ. ഞാനതാണ് അവരവിടെ മേക്കപ്പിന് വേണ്ടി കയറിയുണ്ട്. നമ്മുടെ ബ്ലാക്ക് പെപ്പർ ആണ് അഞ്ജന ചേച്ചി. അപ്പൊ അഞ്ജനയാണ്, അഞ്ജന ഹസ്ബൻഡാണ്. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം. 5 ഉള്ളിലാണ്, മേക്കപ്പിലാണ്. അവൾക്ക് ചെയ്തും സാരമില്ല, ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പൊ പരിപാടി എല്ലാരും സബ്സ്ക്രൈബ് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞങ്ങളെ ചാനലിലേക്ക് വരിക. ഞങ്ങൾ 2 പാറുമാരുണ്ട് ഇവിടെ. അഞ്ജന ഹസ്ബൻഡ് പോയി. തൊട്ടടുത്ത് സ്കൂളുകളാണ് തോന്നുന്നത്, നിറച്ച് പിള്ളേർ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഇവിടെ എപ്പോഴും ഷൂട്ട് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു, അതാണ് ഈ പിള്ളേർ ഇങ്ങനെ നോക്കുന്നത്.
സമ്മതിക്കാം. അങ്ങനെയല്ല, 2 പ്രാവശ്യം വെച്ചരാ. ചാച്ചപ്പോ ചാച്ചാന്ന് പറഞ്ഞ പറയൂ. എന്തല്ലെന്ന് 2 പ്രാവശ്യം മുത്തിയമ്മനെ വെച്ചതാ. എന്നിട്ട് പോയി കഴിക്കാം. വീണ്ടും വരാം. എന്റെ വീണ്ടും മുത്തിയമ്മനെ കാണാം. ഓക്കെ ആണോ? സമ്മതിച്ചാ? ഓക്കെ. എന്നെ സമ്മതിച്ചാ? സമ്മതിച്ചരാ. യൂട്യൂബ് എന്ന് പറഞ്ഞ പാരു. യൂട്യൂബിൽ എന്താ കാണണ്ടേ? ഓക്കെ ആണോ എനിക്ക്? അവര് ഫസ്റ്റ് അവരാണ് കയറിയിരിക്കണത്. പാറൂടെ നല്ല കളിയിലാണ്. പുള്ളിക്കാരത്തിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചു തുടങ്ങി. ബലൂണും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ കാലിക്കറ്റത്തെ സുഹൃത്ത് രമ്യക്കുട്ടി വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. എന്നിട്ടാ പറയണ്ടേ? അയ്യേ, അവിടെ ഇരുന്ന നിലത്തിരുന്ന അവിടെ നിലത്തിരുന്ന ഇവിടെ വയ്ക്കി. ചാച്ച എടുത്തരാം. ഇവിടെ വെച്ചത് വാ. ഇവിടെ എണീറ്റ് വാ. എണീക്ക്. കൈ പിടി ചാച്ച, കൈ പിടി. ചാച്ച കൈ പിടി. കമോൺ. യെസ്. അങ്ങനെ അതൊന്ന് വീഡിയോ എടുത്തിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കോട്ടോ. ഇറങ്ങിക്കോട്ടോ. പതിയെ. ഇവരിവിടെ ഭയങ്കര ബ്യൂട്ടി ചർച്ചയിലാണ്. അവരുടെ പ്രോഗ്രാം കഴിയാറായി. അപ്പോൾ കീത്തുൻ്റെ മുഖത്ത് പൊട്ടിയിടൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേ ഉണ്ടാവും തോന്നുന്നു ഇടാനായിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹസ്ബൻഡും വൈഫും ആണ്, നിതീഷ് ആൻഡ് അലീഷ. ഫ്രണ്ട്സ് ആവാൻ നല്ലൊരു മനസ്സുണ്ടായാൽ മതി. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴാണ് 1K കിട്ടിയത്. ആ ഒരു 1K കിട്ടിയപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് 1 മില്യൺ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഭയങ്കര ജാടിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ജാടി, ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. ഇന്നത്തെ നമ്മുടെ രസകരമായ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് കപ്പിളാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ നിഖിൽ ആൻഡ് കീർത്തന. വൾഗർ കമന്റ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തിരിച്ചു ചോദിക്കണം. എന്നാലും അവർക്ക് നമ്മളത് നോക്കുന്നുണ്ടെന്നെങ്കിലും മനസ്സിലാവണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എയിം ചെയ്യാൻ പറ്റും. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എയിം ചെയ്യാൻ പറ്റും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫൺ വിത്ത് സ്റ്റാർസ് എന്നുള്ള പരിപാടിയിൽ നമുക്ക് 2 നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. അടിയില് മോളു എല്ലാവരും പ്രോഗ്രാം വരുമ്പോ എന്തായാലും കാണാം, സപ്പോർട്ട് ചെയ്യാം. നല്ല പ്രോഗ്രാമാണ്. നല്ല ടൈം പാസ് ആയിരുന്നു. ഫണ്ണാണ് മെയിൻ. അപ്പോൾ എന്നാണ് ടെലികാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ഞങ്ങൾക്കറിയാം. 2 എപ്പിസോഡായിട്ടാണ്, അതായത് ഇവരുടെയും നമ്മുടെയും 2 എപ്പിസോഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.